കേരളത്തിൽ CPM-ഉം BJP അല്ല, കേരളത്തിൽ നിലനിൽക്കുന്നത് CJP എന്ന സംവിധാനമാണ്. അപ്പോൾ അവിടെ തമ്മിൽ ഡീൽ എന്നുള്ളതിന് ഉപരിയായിട്ട് സയാമീസ് ഇരട്ടകളെ പോലെയായി മാറിയിട്ടുണ്ട്. ഒരേ നിലപാടുകളാണ് രണ്ടുപേർക്കുള്ളത്. അമിത്ഷാ പറയേണ്ടത് തർജ്ജമ ചെയ്ത് കേരളത്തിൽ പറയുന്നത് വിജയരാഘവനാണല്ലോ. എന്താണോ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും BJP മുന്നോട്ട് വയ്ക്കുന്ന വിഭജന വിദ്വേഷ രാഷ്ട്രീയം, അവിടെ BJP മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കേരളത്തിൽ ആവർത്തിക്കുന്നത് വിജയരാഘവനും CPM നേതാക്കളൊക്കെയാണല്ലോ. അപ്പോൾ അവർ തമ്മിലൊരു അന്തർധാരയുണ്ട് എന്നല്ല, അതൊരു പരസ്യമായ ധാരണയായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ PC ജോർജിനെതിരായിട്ടുള്ള നിയമ നടപടി ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇത്ര ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, സംസ്ഥാന സർക്കാർ മറുപടി പറയുന്നില്ല. രണ്ട്, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വിഷയത്തിൽ എന്താ അഭിപ്രായം പറയാത്തത്? PC ജോർജ് ഈ കാര്യം പറഞ്ഞത് ജനം TV-യിലാണ്. ഇത് മറ്റു വല്ല മാധ്യമങ്ങളിലും, മറ്റേതെങ്കിലും മാധ്യമത്തിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഈ തരത്തിലുള്ളൊരു അഭിപ്രായം പ്രകടനം നടത്തിയിരുന്നെങ്കിൽ എന്തൊക്കെ പുകയിലുണ്ടാകുമായിരുന്നു. അപ്പം PC ജോർജിനെതിരെ നടപടി വരുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും CPM നേതാക്കന്മാർ ഇത് തള്ളിപ്പറഞ്ഞതായിട്ടും കാണുന്നില്ല, ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചായിട്ടും കാണുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നന്നായി. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലോ എവിടെയും CPM-ന്റെ അണികളോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കന്മാരോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയതായി പോലും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. ഇവർ തമ്മിലുള്ള ധാരണയുണ്ട്, അന്തർധാരയുണ്ട്. ഇപ്പം തന്നെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലല്ലേ കേസെടുക്കാൻ തയ്യാറായത്. ജനങ്ങളുടെ വലിയ സമ്മർദ്ദം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ചെയ്തു എന്നതിനപ്പുറം അതൊരു ആത്മാർത്ഥത ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഒരു സമയത്ത് ഉയർന്നു വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പഴയ ആശയം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരൻ മാത്രമായിട്ടുള്ളൂ, ഇപ്പോഴും RSകാരൻ മനസ്സിലേക്കാണ് വരുന്നുള്ളത്. പക്ഷെ അങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ചരിത്രം പറഞ്ഞുകൊണ്ട് തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും അതൊരു സംശയം, ഇപ്പോഴും പൂർണ്ണമായി RSകാരനാണോ അല്ലെങ്കിൽ RS മൈൻഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. CPM-മാരല്ലേ ചോദിക്കുന്നത്? എല്ലാ ദിവസവും രാവിലെ OK വാസു മാഷ് പാനൂര് ടൗണിൽ മൈക്ക് കെട്ടിയിട്ട് RSനെ തള്ളി പറയുന്നുണ്ടോ? തള്ളി പറയാനുള്ളത് ഞാൻ തള്ളി പറഞ്ഞു കഴിഞ്ഞു ആണല്ലോ. എന്നേക്കാൾ വലിയ RSകാരനായിരുന്നല്ലോ OK വാസു, എന്നേക്കാൾ വലിയ RSകാരനല്ല അശോകൻ. ഇവരൊക്കെ CPM-ൽ ചേർന്നിട്ട് അവർ തള്ളിപ്പറഞ്ഞു, അവർ CPM-ന്റെ ഭാഗമായി എന്ന് കരുതി എല്ലാ ദിവസവും രാവിലെ പാനൂർ ടൗണിൽ മൈക്ക് കെട്ടിയിട്ട് OK വാസുവും അശോകനും RSനെ തള്ളി പറയുന്നുണ്ടോ? ഞാൻ എൻ്റെ നിലപാടുകൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പ്രതിനിധീകരിച്ചിരുന്ന എല്ലാ നിലപാടുകളെയും പരിപൂർണമായി തള്ളിക്കളഞ്ഞ് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറി. ഇപ്പോൾ ദിവസങ്ങൾ എത്ര കഴിഞ്ഞു? ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. എനിക്കിനി പറയാനുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്.